അസ്സലാമലൈക്കും. എൻ്റെ പേര് ആസിഫ് അലി. വളാപ്പറമ്പിലാണ് വീട്. കുറച്ച് ദിവസമായിട്ട് വാട്സപ്പിലൊക്കെ ഞാൻ തന്നെ ആയിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ എന്താ പറയാ, ഞാൻ സർജറി കഴിഞ്ഞു പെണ്ണായിന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പലതും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞുണ്ടാക്കിയൊക്കെ എന്താ ആയതെന്ന് എനിക്കറിയില്ല, എന്താ കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോഴും എൻ്റെ അമ്മാൻ്റെ ഇപ്പാൻ്റെ മോനായിട്ട് തന്നെ എപ്പോഴും ഉണ്ട്. എനിക്കൊരു മാറ്റം വന്നിട്ടില്ല. ഞാൻ പഠിച്ച റബ്ബിനെ എങ്ങനെ പഠിച്ചെങ്കിൽ അതേപോലെ തന്നെ എപ്പോഴും ഈ ദുനിയാവിലുണ്ട്. എനിക്കൊരു മാറ്റം പറ്റിയിട്ടില്ല. പിന്നെ പരമാവധി എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. മാക്സിമം എന്നെ എന്റെ കുടുംബത്തിനെ സഹായിക്കുക. ഞാൻ എന്റെ കുടുംബത്തിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. എന്നെ പലരും പിടിച്ചോടുന്നു, അല്ലെങ്കിൽ പലരും എന്താ പറയാ വീട്ടിൽ നിന്ന് വിട്ടുപോയി എന്നൊക്കെയാണ്. ഞാൻ ഇപ്പോഴും എന്റെ ഫാമിലിന്റെ കൂടെ തന്നെയാണ്. എന്റെ അമ്മക്കും ഉപ്പാക്കും പലതും പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് പല വോയിസ് മെസ്സേജ് വന്നു. അതൊക്കെ വെറും പച്ചക്കള്ളാണ്. എന്റെ ഉമ്മയും ഒക്കെ എന്റെ കൂടെ തന്നെയുണ്ട്. പിന്നെന്താ പറയാ, ആ ഫോട്ടോസ് ഒക്കെ എന്റെ തന്നെയാണ്. പക്ഷെ അത് ഞാൻ ഒരു കൈരളി ടിവിക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വർക്കാണ്. അത് യൂട്യൂബിനകത്തുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു നോക്കിയാൽ അത് കിട്ടും. അതില് ആ ഫോട്ടോയില് ചെസ് നമ്പർ അടക്കം കാട്ടുണ്ട്. അതുകൊണ്ട് കള്ളത്തരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഫോട്ടോ ഞാൻ എന്റെ തന്നെയാണ്. അതെനിക്ക് പ്രതിഫലം കിട്ടിയപ്പോൾ ഞാൻ കൈരളി ടിവിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് വർക്കാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വേഷം കിട്ടി നടക്കേണ്ട ഒരാളൊന്നുമല്ല. പിന്നെ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക. ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു മനക്കേട് അത് നിങ്ങള് പലരും പറഞ്ഞ് അത് ഫേമസ് ആക്കി, പലരും പറഞ്ഞുകൊണ്ട് നാറ്റിച്ചു. അപ്പം ഓരെന്നെ വിചാരിച്ചുകൊണ്ട് ഓർക്ക് അതുകൊണ്ട് എന്താ കിട്ടിയത്, ഇനി എന്റെ കുടുംബത്തിന് താഴ്ത്തി കെട്ടിയിട്ട് ഓർക്ക് എന്താ കിട്ടിയെന്ന് ആലോചിച്ചുകൊണ്ട് എല്ലാവരും സഹായിക്കുക. ഇതിന് ഞാനൊന്നും പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോഴാണ് ലൈവിൽ വരണം തോന്നിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ലൈവിൽ വന്നത്. ഇതുവരെ എല്ലാവരും എങ്ങനെ ഫേസ് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം വീട്ടിൽ വരാറുന്നത്. അപ്പോൾ പരമാവധി എല്ലാവരും സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക, ഇതെല്ലായിടത്ത് എത്തിക്കുക. ഇതിന്റെ ഫോട്ടോ കേരളം മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇത് ഞാൻ പ്രതികരിച്ചാന്നുണ്ടെങ്കിൽ സഗതിയൊക്കെ വഷളാവെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ലൈവ് ഇടുന്നത്. പരമാവധി എല്ലാവരും ഷെയർ ചെയ്യാം. അസ്സലാമു അലൈക്കും.